കർത്താവിന് മഹത്വം. പിന്നെയും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് കരുതുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ട ഒരു ദൈവശബ്ദം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഒത്തിരി വിശേഷണങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പരിചിതമായ 3 കാര്യങ്ങളാണ്: സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം എന്നീ പദങ്ങളൊക്കെ. ആമേൻ. അതുപോലെ തന്നെ മറ്റൊത്തിരി പദങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഈ ദിവസങ്ങളിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട, എന്നെ ബലപ്പെടുത്തിയ ഒരു പദം, അത് നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഈ തരുണത്തിൽ ആഗ്രഹിക്കുന്നത്. 145-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സമീപസ്ഥനായ ഒരു ദൈവം, സ്തോത്രം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സമീപസ്ഥനായ ദൈവമാണ്, അടുത്തിരിക്കുന്നവനാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവനായ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, ജീവിത പന്താവുകളിൽ നമ്മൾ നടന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ, ആമേൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളിൽ പോലും ആ സാമീപ്യം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ താങ്ങുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. വിളിച്ചപേക്ഷിക്കുന്ന എന്ന പദം ആവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ എന്നല്ല ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അടുത്തത് ഒന്നുകൂടെ അതിനൊരു പ്രാധാന്യത കൊടുത്തിട്ട്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. ആ വാക്കിന് എന്തുകൊണ്ടാണ് അവിടെ അത്ര ഗൗരവം വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ പലരും ദൈവത്തെ വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യമായി വിളിക്കുന്നവർ വളരെ ചുരുക്കമാണ്. സത്യമായി വിളിക്കുക, സിൻസിയർലി എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. സിൻസിയർലി, ഇൻ ട്രൂത്ത്, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്ന ഏവർക്കും സമീപസ്ഥനായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കാല് തട്ടുമ്പോൾ, കൈമുട്ടുമ്പോൾ, നമ്മൾ ഉരുണ്ടു വീഴുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന വിളിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പ്രശ്നങ്ങളുടെ നടുവിൽ മറ്റൊരു ഗതിയുമില്ലാതെ സിൻസിയറായിട്ട് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എനിക്ക് നീ അല്ലാതെ മറ്റൊരാശ്രയമില്ലെന്നുള്ള ഒരു ആഴമായ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. യഹോവ ആശ്രയമായിരിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. യഹോവ തന്നെ, അതുപോലൊരു പ്രയോഗമാണ് ഇവിടെ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റൊന്നിലേക്കും ശ്രദ്ധ ചലിപ്പിക്കാതെ, മറ്റുള്ള ഉപാധികളും പോംവഴികളും നമുക്ക് ചുറ്റിനുമുള്ളപ്പോഴും എനിക്കെൻ്റെ ദൈവത്തിലൂടെ മാത്രം വിടുതലും മതി, അതിനകത്ത് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തിൻ്റെ പാദപീഠം കെട്ടിപ്പിടിക്കുന്നവന്റെ മേൽ സമീപസ്ഥനായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന ചിന്ത. മറ്റൊരു വഴിയും ഇല്ലാത്തപ്പോൾ വന്നിങ്ങോട്ട് കയറി, മറ്റൊരു ഗതിയും കിട്ടാതിരിക്കുമ്പോൾ എന്നാൽ ഇതുകൂടൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് കരുതി ഓടി വന്ന് ദൈവമേന്ന് വിളിക്കുന്ന വിളിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സിൻസിയറായിട്ട്
ദൈവസന്നിധിയിൽ മറ്റൊന്നിനകത്തും ശ്രദ്ധ ചലിപ്പിക്കാതെ യഹോവയായ ദൈവത്തിൻ്റെ മുഖത്തേക്ക്, സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നവൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപസ്ഥനായ ദൈവമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ശ്രമിക്കാവുന്ന എല്ലാ വഴികളും, പരിശ്രമിക്കാവുന്ന എല്ലാ മേഖലകളും നമ്മൾ ചെയ്തു നോക്കും. സാധ്യതയുള്ള എല്ലാ വഴികളിലൂടെയും നമ്മൾ സഞ്ചരിക്കും. അവസാനം എങ്ങും ഒരു സാധ്യതയും പ്രയോജനപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ എന്നാൽ ഇനി ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് കരുതി, എന്നാൽ ഇനി ഒന്ന് ഉപവസിച്ചേക്കാമെന്ന് കരുതി ആമേൻ ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കാനിരിക്കുന്ന അനേകവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത് എന്തെല്ലാം സാധ്യതകൾ എനിക്ക് മുൻപിൽ ഉണ്ടായാലും എൻ്റെ ദൈവത്തിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ ദൈവമാണ് എന്നെ സഹായിക്കേണ്ടത്, എൻ്റെ ദൈവമല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള ഒരു വെളിപ്പാടിനകത്ത് ജീവിക്കുന്നവനെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥൻ. സ്തോത്രം. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പം 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പം സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത തുണയായിരിക്കുന്നു. അവിടെയാണ് ഇണയല്ല, തുണയായിരിക്കുന്നു. അടുത്ത തുണ എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തെ പകരം വയ്ക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവവുമായുള്ള ബന്ധം, അടുത്ത തുണ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. ദൈവം എനിക്ക് അടുത്ത തുണയാണ്. മറ്റൊരു വാക്യത്തിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പം ആർക്കാണ് ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്ന വ്യക്തിക്ക് ഈ ദൈവം സമീപസ്ഥനായ ദൈവമാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വ്യക്തിയാണ് ബർത്തിമായി എന്ന കുരുടൻ. സ്തോത്രം. യേശുവിൻ്റെ വരവ് അറിഞ്ഞ ഉടനെ തന്നെ താൻ ഇരുന്നിരുന്ന ആ നിലം പരിസരം മറന്ന്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ. ആ വ്യക്തിയുടെ ആത്മാർത്ഥ നിലവിളിയാണ് നമ്മളവിടെ കാണുന്നത്. അവൻ്റെ ആ വിഷയത്തിന് അവന് വിടുതൽ കിട്ടിയാലേ കഴിയത്തുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ യേശു അവൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന സുവർണ നിമിഷമാണ് അവൻ മനസ്സിൽ കാണുന്നത്. കേട്ട അറിവ് അവനിലുണ്ട്. യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്. യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെയുള്ള കേട്ടറിവ് ബർത്തിമായിക്കുണ്ട്. അപ്പോൾ ആ യേശു അവൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ നിലവിളിച്ച്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരൊക്കെ അവനെ അമർച്ച ചെയ്തു. തിരക്കിൻ്റെ ഇടയിൽ നീ കടന്ന് എന്തിനാ ഈ നിലവിളിക്കുന്നേ? യേശു വളരെ തിരക്കിട്ട് മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞ് അവനെ പലരും ശാസിക്കുകയും അമർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ്റെ പ്രാർത്ഥന അവിടെ നിന്നില്ല. അവൻ്റെ നിലവിളി അവിടെ തീർന്നില്ല. അവൻ്റെ ആഗ്രഹം അവിടെ നിലച്ചില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ഏറ്റവും അധികം നിലവിളിക്കാൻ തുടങ്ങി. ഏറ്റവും അധികം നിലവിളിക്കാൻ തുടങ്ങി. ആ വാക്ക് പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ്. ഏറ്റവും അധികം. അരുത്, നീ ഇപ്പം നിലവിളിക്കണ്ട, നീ ഇപ്പം പ്രാർത്ഥിക്കണ്ട, ഇപ്പം നിന്റെ വിഷയത്തിന് വിടുതൽ കിട്ടത്തില്ല, നീ ഇനി അതിനകത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ശിഷ്യന്മാര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അതിനൊന്നും വകവെക്കാതെ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഏറ്റവും അധികം നിലവിളിക്കുന്ന ഒരു ഭക്തൻ, ഏറ്റവും അധികം നിലവിളിക്കുന്ന ബർത്തിമായിയുടെ നിലവിളിയുടെ ശബ്ദത്തിന്റെ മുൻപിൽ യേശു നിന്നു. എന്താ യേശു നിൽക്കാനുള്ള കാരണം? ഞാൻ അത് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ശിഷ്യന്മാര് ഈ ബർത്തിമായിയെ ശാസിച്ചപ്പോൾ അവൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അവനൊരിക്കലും വിടുതൽ കിട്ടത്തില്ലായിരുന്നു. എന്നാൽ
ആ എല്ലാ പ്രതിബന്ധനങ്ങളെയും എല്ലാ ശാസനകളെയും അവൻ വകവയ്ക്കാതെ അവൻ്റെ ആവശ്യബോധം, അവൻ്റെ വിടുതലിൻ്റെ ഗൗരവം അവൻ മനസ്സിലാക്കി അവൻ ആഴമായി നിലവിളിക്കുകയാ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ആവശ്യബോധം എൻ്റെയും നിങ്ങളുടെയും അകത്ത് ഇന്ന് ഉണ്ടെങ്കിൽ നിശ്ചയമായും യേശു നിൽക്കും. സമീപസ്ഥനായി ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ വിഷയത്തെ ദൈവത്തിൻ്റെ ആത്മാവിന് പരിഹരിക്കാൻ കഴിയും. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാകുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളായിരിക്കുന്ന മേഖലകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു പരിധി വരെ ഇനിയും ഇത് നടക്കത്തില്ല, ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നു പറഞ്ഞു മടുത്തു പോകാതെ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ ആ വിളിയുടെ മുൻപിൽ യേശു നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ നിൽക്കുവാൻ ഇടയായിത്തീരും. അവനെ വിളിപ്പീൻ, അവനെ വിളിക്കുന്നു, അവന് സൗഖ്യമാകുന്നു, അവൻ യേശുവിന് മഹത്വം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമീപസ്ഥനായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവെ, എനിക്ക് സമീപസ്ഥനായി അങ്ങ് നിൽക്കുന്നതിനായി നന്ദി എന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ കഴിയുന്നവർ നിങ്ങളായിരിക്കുന്നിടത്ത് കണ്ണുകളൊക്കെ ഒന്ന് മൂടി പ്രാർത്ഥിച്ചാട്ടെ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇതരേൽ രുചിച്ചറിവാ ഇടയായ ദീന ഒടുവിൽ വരെ ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായ ദീന ഒടുവിൽ വരെ ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ സങ്കേതമായ, ഞങ്ങളുടെ ബലമായ, ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, സമീപസ്ഥനായി നിൽക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഈ സമയം സമർപ്പിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും ചുമക്കാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സമീപസ്ഥനായി നിൽക്കുന്ന, ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന, സത്യമായി അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായി അങ്ങ് നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം നിന്റെ ജനത്തിനൊരു അനുഗ്രഹമാകട്ടെ. ഒരുമിച്ച് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.